മിശിഹായുടെ നാമത്തിൽ നിങ്ങൾ എല്ലാവരെയും വന്ദനം പറയുന്നു. ഞാൻ ഇന്ന് സത്യത്തില് കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ട ഒരു വീഡിയോയുടെ കമന്റ് കണ്ടിട്ട് ഇത് കൃത്യമായിട്ട് ഓരോന്നോരോതെ പഠിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചേക്കും. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പും വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പും വിശുദ്ധ ബൈബിളിൽ എന്താണ് പറയുന്നതെന്ന് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കാൻ പോകും. അടിസ്ഥാനപരമായിട്ട് പഠിപ്പിക്കാൻ പോകും. ഞാൻ എൻ്റെ ഉപദേശങ്ങളൊന്നും പറഞ്ഞില്ല, എനിക്കൊരു വ്യാഖ്യാനമില്ല. ദൈവത്തിന്റെ തിരുവെഴുത്തിൽ അങ്ങനെ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കും. കഴിഞ്ഞ ദിവസം ഒരാളൊരു കമന്റിൽ പറയുന്ന കേട്ടു, വേദപുസ്തകത്തിന്റെ വചനമെടുത്ത് ആള് കളിക്കാം. വചനമെടുത്തല്ലേ ആള് കളിക്കുന്നത്, അല്ലാതെ ഗുഡ് ന്യൂസ് വായിച്ചിട്ടല്ലല്ലോ, അല്ലാതെ യുഗാന്ത്യ സത്യം വായിച്ചിട്ടും സ്വർഗീയധ്വനി വായിച്ചിട്ടല്ലല്ലോ ഞാൻ ആള് കളിക്കുന്നത്. ദൈവത്തിന് വചനം വായിച്ചിട്ടല്ലേ. അപ്പം വചനത്തോട് അത്ര ബഹുമാനം നിങ്ങൾക്ക് ഇല്ലെങ്കിലും ഒക്കെ വിട്ടേര്. അതിൽ ഞാൻ പറഞ്ഞത് യേശുക്രിസ്തു അല്ല ആദ്യമായി മരിച്ചവരെന്ന് ഉയർത്തി. കാരണം ഇവര് പറയുന്ന യേശുവിന് ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞാൽ ശരീരപ്രകാരമുള്ള ഉയർപ്പാണ് വിശുദ്ധന്മാർക്ക് സംഭവിക്കാൻ പോകുന്നതെങ്കിൽ മരിച്ചവരിൽ നിന്ന് ആദ്യം ഉയർത്തെഴുന്നേറ്റത് യേശുക്രിസ്തു അല്ല. മരിച്ചവരിൽ നിന്ന് യേശുക്രിസ്തു അല്ല ആദ്യമായിട്ട് ഉയർത്തെഴുന്നേറ്റത്. അപ്പം അതിനകത്ത് ഒരാൾ ഒരു തർക്കം കൊണ്ടുവന്നത് യേശുക്രിസ്തു മാത്രമാണ് ഉയർത്തെഴുന്നേറ്റത്, ബാക്കി എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിച്ചതാണ്. അങ്ങനാണെങ്കിൽ അത് നമുക്ക് വേദോസം വെച്ച് തന്നെ ഒന്ന് മനസ്സിലാക്കണം. റോമർക്ക് എഴുതിയ ലേഖനത്തിലേക്കൊന്ന് വന്നേ. യേശുക്രിസ്തു തന്നെ എഴുന്നേറ്റ് വന്നതാണോ എന്നാണ് നമ്മൾ നോക്കി. അതിന്റെ റോമാലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവത്തിന്റെ പുത്രന്റെ ശക്തിയോടെ നിർണയിക്കുകയും ചെയ്തു. എങ്ങനെ? ഉയർത്തെഴുന്നേറ്റതിനാൽ അവൻ എങ്ങനെയാണ് വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെ ശക്തിയോടെ നിർണയിച്ചു. ഓക്കെ, അവിടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞു. ഇനി ആരാ ഉയർപ്പിച്ചെന്ന് എഴുതിയേക്ക് നോക്കി. 6-ാം അധ്യായത്തിൽ 4-ാം വാക്യം, അങ്ങനെ തന്നെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്തിൽ അവനോടുകൂടെ കുഴിച്ചപ്പെട്ട് ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാം ജീവന്റെ പുതുക്കത്തിൽ. അപ്പൊ യേശു എങ്ങനെ ഉയർത്തെഴുന്നേറ്റത്? പിതാവിന്റെ മഹത്വത്താൽ. അടുത്തത് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രയനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിയിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യിൽ തറച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. യേശു തന്നെ എഴുന്നേറ്റ് വന്നൊന്നുമല്ല, ഉയർത്തെഴുന്നേൽപ്പിച്ചു. ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. യായിറോസിന്റെ മകളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. നയീന വിധവയെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പം യേശുവിന്റെ ഉയർപ്പിന് എന്താ പ്രത്യേകത? ശരീരപ്രകാരമാണ് എങ്കിൽ എല്ലാവരും ഉയർത്തതുപോലെ യേശു ഉയർത്തെഴുന്നേറ്റു. ചിലർ പറയുന്നുണ്ട് അന്ന് ഉയർത്തെഴുന്നേറ്റവരെല്ലാം വീണ്ടും മരിച്ചു, കർത്താവായ യേശുക്രിസ്തുവിന് വീണ്ടും മരിച്ചിട്ടില്ല. ശരിയാ. കാരണം കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ്, ആദ്യം ഉയർത്തെഴുന്നേറ്റ്. എന്തുകൊണ്ട് യേശുക്രിസ്തു പിന്നെ മരിക്കാത്തത്? അതാണ് എൻ്റെ ട്രൂത്ത്. എന്തുകൊണ്ട് യേശുക്രിസ്തു മരിച്ചില്ല? എന്തുകൊണ്ട് ലാസർ മരിച്ചു? ലാസറിന് പിന്നെയും മരണമുണ്ട്, യേശുവിന് എന്തുകൊണ്ടും മരണമില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സത്യം. അതിന് ഒരു വാക്യം കൂടെ തിരുവെഴുത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ബലം സിംഹങ്ങളുടെ വായ അടച്ചു, തീയുടെ ബലം കെടുത്തി, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരെ തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. അടുത്തത്, മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദാഹരണം കൈക്കൊള്ളാതെ എന്ന് പറഞ്ഞാൽ ഒരു ബോഡ്ലി റിസറക്ഷൻ വേണ്ടെന്ന് വെച്ച് നല്ലൊരു പുനരുത്ഥാനം പ്രാപിക്കേണ്ടത്, നല്ലൊരു ഉയർപ്പ് ലഭിക്കേണ്ടതിന് ഭേദ്യമേറ്റു. അപ്പൊ നല്ലൊരു ഉയർപ്പുണ്ട്. അപ്പൊ ഫിസിക്കൽ റിസറക്ഷൻ വേണ്ട എന്ന് വെച്ചതിന്റെ കാരണം they were expecting a better resurrection. നല്ലൊരു ഉയർപ്പ്. അപ്പൊ ഈ നല്ലൊരു ഉയർപ്പ് ഏതാണ്?
ലാസർ ഉയർത്തെഴുന്നേറ്റ പോലെ ഉയർത്തെഴുന്നേറ്റാണ്. എന്തു നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ്. നമ്മളത് വിശുദ്ധ തിരുവെഴുത്തിൽ തന്നെ മനസ്സിലാക്കണം. നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ്. അതൊരിക്കലും ഭൗതിക ശരീരം മണ്ണിലേക്ക് പോയി ആ ഭൗതിക ശരീരം എന്ത് ചെയ്യുക, തിരികെ ഉയർത്തു വരുന്നതാണെങ്കിൽ അത് ലാസർ ഉയർത്തു പോലല്ലേ ഉള്ളൂ. നമ്മൾ ഇതിലൊക്കെ ഒത്തിരി വ്യാഖ്യാനം, അത് അങ്ങനൊന്നും അല്ല, അവർ തേജസ്സുള്ള ശരീരത്തോടാണ് ഉയർക്കുന്നത്. ശരിയാ. നമ്മളൊരു ഗോതമ്പ് മണി നമ്മുടെ നിലത്തോട്ട് ഇടുക, നിങ്ങൾ അത് കിളുത്തു വരുന്ന മണിയുണ്ടോ? നിങ്ങൾക്ക് സ്വപ്നത്തിലെങ്കിലും വിചാരിക്കാൻ പറ്റുമോ ഗോതമ്പ് മണിയോട് ബന്ധമുള്ള ആ ഷേപ്പുള്ള ആ രൂപമുള്ള ഒരു ചെടിയാണോ കിളുത്തു വരുന്നത്? വിത്ത് ഇടുമ്പോൾ ആ വിത്ത്, നിങ്ങളൊരു കടുകുമണി അങ്ങോട്ടിട്ട്, ഒരു കടുകുമണി, ഒരു കറുത്ത ഒരു ചെറിയ സാധനം എടുത്ത് അവിട്ടിട്ട് കിളുത്ത് വരുമ്പോൾ കടുകുമണിയോട്ട് എന്തെങ്കിലും സാദൃശ്യം ഉണ്ടോ? ഇല്ലല്ലോ. അതുപോലെ ഉയർപ്പെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ ഇട്ടതല്ല വരുന്നത്, വേറെ ഒരു ശരീരമാണ്. എന്റെ അർത്ഥം, നമ്മൾ ഇട്ട അസ്ഥിയും മാംസവും ഒന്നുമല്ല റിസറക്ഷനിൽ വരുന്നത്. അപ്പൊ റിസറക്ഷൻ എന്ന് പറയുന്നത് മണ്ണിൽ കുഴിച്ചിട്ടതല്ല. ഇത് മനസ്സിലാക്കണം. മണ്ണിൽ കുഴിച്ചിട്ട് ആ അസ്ഥികൂടത്തിന് രൂപാന്തരം പ്രാപിച്ച്, ആ മുഖം രൂപാന്തരപ്പെട്ട്, ആ തലയോട്ടി രൂപാന്തരപ്പെട്ട്, ആ ഷേപ്പ് വീണ്ടും തിരിച്ചു വന്ന്, അങ്ങനെ അല്ല. കടുകുമണിയുടെ ഷേപ്പാണോ കടുകുമണിയുടെ ചെടിക്ക്? അപ്പൊ അതിന് ഒരു പാരബോളിക്കായി സിംബോളിക്കലി സംസാരിക്കുമ്പോൾ, ഒരു വിശുദ്ധൻ ഭൂമിയുടെ മണ്ണിലേക്ക് പോകുമ്പോൾ അയാളുടെ ശരീരം അടക്കം ചെയ്യുമ്പോൾ ആ ശരീരവും ഉയർപ്പും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ ഇവിടെ ഒട്ടനെ പറയും യേശു ക്രിസ്തുവിന്റെ ശരീരവും നമ്മുടെ ശരീരവും തമ്മിൽ എന്ത് വ്യത്യാസമാണ് പറയുക. ഒന്നാമത്തെ മനുഷ്യൻ മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗീയൻ. യേശു ക്രിസ്തുവിന്റെ ശരീരം മണ്ണിൽ നിന്ന് വന്നതല്ല, അത് മണ്ണിൽ നിന്ന് വന്ന ശരീരമല്ല. വചനം ജഡമായി തീർന്നു. യേശു ക്രിസ്തു ശരീരപ്രകാരം ഉയർത്തതിന്റെ അർത്ഥം എന്തെന്ന് നമ്മൾ തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കണം. എനിക്കറിയാം നിങ്ങൾ വർഷങ്ങളായിട്ടല്ല ഓരോ ശ്മശാനത്തിലും പോയി ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് വരുമ്പോൾ എൻ്റെ തലയുടെ പുറത്ത് കയറിയിട്ട് കഥയില്ല. നിങ്ങളാ പഠിപ്പിച്ചു കൊടുത്ത് നമ്മളിപ്പോൾ താണ്ട് കൊണ്ടുവച്ചിരിക്കുന്ന ഈ ശരീരം ഒരു ദിവസം കാഹളം ധ്വനിക്കുമ്പോൾ കല്ലറകൾ തുറന്ന് തന്റെ വിശുദ്ധ, നിങ്ങൾ പഠിപ്പിച്ചത് ഈ പൊട്ടത്തരമാണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും. നിങ്ങൾ പൊട്ടത്തരമാണ് പഠിപ്പിക്കുന്നത്, നിങ്ങൾ അബദ്ധങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഞാൻ സ്നേഹത്തോടെ പറയാം, അബദ്ധമാണ്. നിങ്ങൾ ആ സെല്ലിൽ കൊണ്ടുവച്ചിരിക്കുന്ന, സെല്ലെന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, വേറൊരു ശവക്കുഴിയാണ്. വലിയ കുഴി എടുക്കുക, ഓരോ തട്ടുണ്ടാക്കുക, ഒരാളെ പെട്ടിയോടെ അവിടെ വെക്കുക, അടുത്തത് വരുമ്പോൾ ഈ പെട്ടി തള്ളി അതിനകത്ത് കളയുക, പിന്നെ അടുത്തത് വരിക, ഇങ്ങനെ എല്ലാം കൂടെ കുഴഞ്ഞു കിടക്കുന്ന അതിന്റെ നടുവിൽ നിന്ന് കാഹളത്തിന്റെ ധ്വനി കേൾക്കുമ്പോൾ ഓരോരുത്തരുടെ അസ്ഥി ഓരോരുത്തരിലേക്ക് തിരിഞ്ഞു. ഇങ്ങനെയൊക്കെ അല്ലേ ചിന്തിച്ചു വെച്ചിരിക്കുന്നേ. ഇനി വചനം നമ്മൾ പറയാൻ തുടങ്ങുമ്പോൾ അവർ കിടന്ന് ഉരുളാൻ തുടങ്ങും. അങ്ങനെ അല്ല സഹോദരങ്ങളെ. റിസറക്ഷൻ എന്താണെന്ന് ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്, റിസറക്ഷൻ എന്താണ്, അതിനെക്കുറിച്ചുള്ള ബൈബിളിന്റെ ലാംഗ്വേജ് എന്താണ്. ആ ലാംഗ്വേജ് എന്താന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓരോരുത്തർക്ക് ഭ്രാന്ത് കയറുക. ദുരുപദേശം അന്ത്യകാലത്ത് ഏറ്റവും വലിയ ഇത് ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ വചനത്തെ മറ്റൊരു വചനം കൊണ്ട് തെളിയിക്കാൻ കഴിയാതെ വരുമ്പോൾ എന്റെ നേരെ ചാപ്പ കുത്തണ്ട. നിങ്ങൾ ഇനി നിങ്ങൾ മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് ഞാൻ ദുരുപദേശം എന്ന് പറഞ്ഞാലും എനിക്ക് നന്നായിട്ടറിയാം ഹു ആം ഐ. എനിക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. കാരണം ഇത് അബദ്ധങ്ങൾ ജനത്തെ പഠിപ്പിക്കുകയാണ്. ദിസ് ഇസ് നോട്ട് ട്രൂ. ഒരു മൺശരീരവും ഭൂമിയിൽ നിന്ന് ഉയർക്കത്തില്ല, അങ്ങനെ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ബൈബിളിൽ ഉയർപ്പിനെ കുറിച്ച് 2 പദങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് ശ്രദ്ധിക്ക്, റിസറക്ഷൻ ഓഫ് ദ ഡെഡ്, മരിച്ചവരുടെ പുനരുത്ഥാനം. നമ്പർ 2, റിസറക്ഷൻ ഫ്രം ദ ഡെഡ്, മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനം. ഒരു സ്ഥലത്തും ശരീരം ഉയർക്കും എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം, ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം. ക്രിസ്തുവിനെ മരിച്ചു ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങളുടെ മർത്യ ശരീരത്തെ ജീവിപ്പിക്കയില്ലയോ? നിങ്ങളുടെ മർത്യ ശരീരത്തെ ജീവിപ്പിക്കുകയില്ലയോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ആ എഴുതുന്ന ആളുകളെല്ലാം ചത്തുപോയെന്നാണോ? ആ എഴുതുന്ന റോമാക്കാരായിരിക്കുന്ന 8:11 കൊടുത്തിരിക്കുന്ന ആ റോമിലെ ആളുകളെല്ലാം ചത്തവരോടാണ് സംസാരിക്കുന്നത്, ജീവിച്ചിരിക്കുന്നവരോടാണ് സംസാരിക്കുന്നത്?
അപ്പൊ ജീവിച്ചിരിക്കുന്ന ആളുകളോട് പറയുകയാണ്, നിങ്ങളുടെ മർത്യ ശരീരം, ചാകാൻ പോകുന്ന ശരീരം എന്നല്ല, ഓൾറെഡി ദ ബോഡി ഓഫ് ഡെത്ത്. പിടികിട്ടിയ ഞാൻ പറഞ്ഞേ. അതായത് മണ്ണിലേക്ക്. അടുത്ത ഞാൻ വേറൊരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞില്ലേ, വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നൊരു പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ചോടുന്നു. അർത്ഥം എന്താ? പുള്ളി ചത്തുപോയോ? പുള്ളി ശവകുടീരത്തിനകത്ത് കിടന്നാണോ എഴുതുന്നത്? അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ വെച്ചല്ലേ ഫിലിപ്പിയ ലേഖനം എഴുതിയത്? അതോ കല്ലറയ്ക്കകത്ത് വെച്ചാണോ? കല്ലറയ്ക്കകത്ത് വെച്ചാ എഴുതുന്നെങ്കിൽ ഞാനത് സമ്മതിക്കാം. എനിക്ക് വല്ല വിധേന മരിച്ചവരുടെ ഇടയിൽ നിന്നൊരു പുനരുത്ഥാനം വേണമെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്കിപ്പോ വ്യാഖ്യാനിക്കാൻ കഴിയുമോ? അദ്ദേഹത്തിന് മരിച്ച ശേഷം, മണ്ണിലേക്ക് പോയ ശേഷം തനിക്കൊരു ഉയർപ്പുണ്ടാകാൻ വേണ്ടി താൻ പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നാണ്. ഇസ് ഇറ്റ് ട്രൂ? നമ്മൾ തിരുവെഴുത്തുകളെ അങ്ങനാണെങ്കിൽ ഒരു ചോദിച്ചോട്ടെ, എനിക്ക് ക്രിസ്തുവിനെ നേടേണ്ടതിന് ഞാൻ ഓടുന്നു. ചത്തിട്ട് നേടുന്ന കാര്യമാണോ? ന്യായപ്രമാണത്തിന് നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ലഭ്യമാകുന്ന നീതി തന്നെ പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ചു. അതിന്റെ അർത്ഥം മരിച്ചിട്ട് കിട്ടുന്ന കാര്യമാണോ? എനിക്ക് അവനിലിരിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, അതിന്റെ അർത്ഥം താൻ ചത്ത ശേഷം കിട്ടുമെന്നാണോ? അപ്പൊ മരിച്ചവരുടെ എന്നുള്ള പുനരുത്ഥാനം മാത്രം മരിച്ച ശേഷമാണെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ചത്തതിന് ശേഷം കിട്ടുന്ന കാര്യമല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നു ഞാൻ പറഞ്ഞു വരുന്നേ? അതായത് നിശ്ചയമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട, ബൈബിളില് മനുഷ്യന്റെ ശരീരം മണ്ണിൽ നിന്ന് ഉയർത്തു വരുമെന്ന് പറയുന്ന വാക്യങ്ങളില്ല. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാൻ പറ്റിപ്പോ. അപ്പോസ്തലപ്രവൃത്തി 23, 24, 25, 26 അധ്യായങ്ങളിലൊക്കെ പുനരുത്ഥാനത്തെ കുറിച്ച് പറയുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. എടുത്തോ, നോ പ്രോബ്ലം. വി നോ ദാറ്റ് വേഴ്സസ്, വി ആർ വെരി ഫെമിലിയർ വിത്ത് ദാറ്റ് വേഴ്സസ്. വാക്യങ്ങൾ നമുക്ക് പരിചയമുള്ളതാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഉയർപ്പ് എന്താണ്? ഇത് ഒറ്റ വാക്കിൽ എനിക്ക് നിങ്ങൾക്ക് വിശദീകരിച്ച് തരാൻ പറ്റുന്ന ഒരു മെസ്സേജ് അല്ല. കാരണം അതിനകത്ത് ഒരുപാട് ആഴങ്ങളും വേരുകളും ഉണ്ട്. അതിന് കാരണങ്ങളുണ്ട്. കാരണം യേശുക്രിസ്തുവിന്റെ ശരീരം, ഒന്ന്, അത് മണ്ണിൽ നിന്നുള്ള ശരീരമല്ല. 2, പ്രധാനമായിട്ട് നോക്കിക്കേ, അവനെ ദ്രവത്വം കാണാൻ സമ്മതിച്ചില്ല. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, 3 ദിവസം കഴിഞ്ഞപ്പോൾ ഉയർത്തില്ലേ? 300 വർഷം കഴിഞ്ഞ ഒരു ഉയർക്കൊന്ന് ബാക്കിയുണ്ടോ? ശരി, യേശുക്രിസ്തുവിന്റെ ശരീരം ജീർണിച്ച് മണ്ണോടെ ചേർന്ന് ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് ഉയർപ്പിച്ചിട്ട് കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ, അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ ഞാനും വന്ന് നിന്ന് പറഞ്ഞേനെ, മണ്ണോട് ചേർന്ന ശരീരം ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ പറഞ്ഞേനെ. പക്ഷെ യേശുക്രിസ്തുവിന്റെ ശരീരം ദ്രവത്വം കാണാൻ സമ്മതിച്ചില്ല. അതിന്റെ അർത്ഥം എന്താ? ഒരു ശരീരം ആ ശരീരത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയ്ക്ക് മുമ്പ് തന്നെ, അല്ലെങ്കിൽ അത് ആ സാധ്യത ഇല്ലാതാകുന്നതിന് മുമ്പ്, ജീർണിച്ചു പോകുന്നതിന് മുമ്പ് പുത്രനെ മരണത്തിൽ നിന്ന് പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. നമ്മൾ ശ്രദ്ധിക്കണം, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള ജീവിതം നമ്മളെല്ലാവരും ഫാന്റസി ആയിട്ട് വിചാരിച്ചിരിക്കുന്നത് യേശു ഒരു ഫാൻഡം പോലെ വന്നു. അല്ല, യേശു ക്രിസ്തുവിനെ അവരുടെ കൂടെ നടക്കുന്നുണ്ട്, അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്, അവർ യേശുവിനെ കാണുന്നുണ്ട്, യേശുവിന്റെ വിലാപ്പുറത്ത് ഒരുത്തൻ വിരലിടുന്നുണ്ട്, കൈയിടുന്നുണ്ട്, അവർ കൊടുക്കുന്ന ആഹാരം യേശു ഇരുന്ന് ഭക്ഷിക്കുന്നുണ്ട്, യേശു അവർക്ക് വേണ്ടി വറുത്ത മീനുമായി അതേ തിബരിയാസ് കടലിന്റെ തീരത്ത് അപ്പോസ്തലന്മാരെ കാത്തിരിക്കുന്നുണ്ട്, അവരോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ മർത്യമായ ശരീരം, മരിച്ചുപോയ ആ മർത്യ ശരീരം ഉയർപ്പ് പ്രാപിച്ച്, ആ വാക്ക് തെറ്റാണെന്ന് എനിക്കറിയത്തില്ല, യേശു ക്രിസ്തുവിന്റെ ബോഡി, ആ മരിച്ച ശരീരം വീണ്ടും ജീവൻ പ്രാപിച്ച് തിരിച്ചു വരുമ്പോൾ സെയിം ബോഡിയാണ്. എന്തിനാണ് ആ ബോഡി? ആ ബോഡിക്ക് വേറെ പർപ്പസ് ഉണ്ട്. അത് ഞാൻ ഇപ്പോൾ തൽക്കാലം ഈ യൂട്യൂബിനകത്തിട്ട് ഈ ആവശ്യമില്ലാത്ത ആളുകളുടെ വായിരിക്കുന്ന കേൾക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ വലിയ യേശുവിന്റെ ഭാഷയെ പറഞ്ഞാൽ മുത്തുകളാണ്. എടുത്ത് ഞാൻ ഈ പന്നിക്കൂട്ടത്തിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എന്തിനാ ഞാൻ വെറുതെ ചീത്ത വിളി കേൾക്കുന്നത്? അത് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി വേറെ സ്കൂളുണ്ട്, അവിടേക്ക് വരിക. അവിടേക്ക് വന്ന് രജിസ്ട്രേഷൻ എടുത്ത് ചീത്ത വിളിക്കുന്ന രജിസ്ട്രേഷനൊക്കെ എടുത്ത് ചീത്ത വിളിക്കും. പ്ലീസ് കം. എന്തായാലും വെറുതെ ഞാൻ എന്തായാലും ചീത്ത വിളി കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ല. കം ടു ദ സ്കൂൾ and register that school and pay for that school and learn it, and I'll show you why the body of Christ resurrected from the tomb, why Jesus came out with the same body, what is the purpose, what is the mission. These all things are
ഇൻ ദ പ്രൈവറ്റ് സ്കൂൾ. കാരണം എനിക്കിതിപ്പം യൂട്യൂബിൽ നിന്ന് പറഞ്ഞ എന്തിനെന്നറിയുമോ? കാരണം ഇത് ഒന്നാമതേ ഗ്രഹിക്കാൻ പറ്റിയ ആളുകൾ ഇതിനകത്തില്ല. ഇതിനകത്ത് കമന്റ് ഇടുന്ന വിശ്വാസികൾ ഞാൻ അങ്ങ് പൊക്കോട്ടെ, പാസ്റ്റർമാർക്ക് തലയിൽ ബോധം വന്നിട്ടില്ല, ഇതുവരെ മനസ്സിലായിട്ടില്ല. അവര് ഒന്ന് ആലോചിച്ച് നോക്കി എന്തുവാണ്. ശരി, അപ്പൊ ബെറ്റർ സാക്രിഫൈസ്, ബെറ്റർ റിസറക്ഷൻ, ഒരു നല്ല പുനരുത്ഥാനം പ്രാപിക്കാൻ വേണ്ടി അവർ പറഞ്ഞു ഞങ്ങൾക്ക് ബോഡ്ലി റിസറക്ഷൻ. അപ്പൊ ബോഡ്ലി റിസറക്ഷനേക്കാൾ ബെറ്റർ ആയിട്ടൊരു റിസറക്ഷൻ ഉണ്ടെന്ന് കൃത്യമായിട്ട് അവർക്കറിയാം. ഇനി ഞാൻ ഒരു കാര്യം മാത്രം ഇതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ഞാനിത് മുൻപ് നമ്മളുടെ സ്വകാര്യമായ നമ്മുടെ പേഴ്സണൽ സമൂഹത്തോട് ഞാൻ പറഞ്ഞിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പബ്ലിക്കിലും പറഞ്ഞിട്ടുള്ള കാര്യം. എബ്രായ ലേഖനം 6-ാം അധ്യായം നിങ്ങൾക്ക് 1-ാമത്തെ വാക്യം, അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. ഞാൻ അതിലേക്ക് കൂടുതൽ ഇപ്പോൾ വരുന്നില്ല. ഇവിടെ പറഞ്ഞേക്കുന്നത് ഈ പറഞ്ഞേക്കുന്ന 6 കാര്യങ്ങള് പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന യഹൂദ വിശ്വാസികൾ, യഹൂദ മതവിശ്വാസത്തിൽ നിന്ന് മിശിഹായെ അനുഗമിക്കുന്നതായ എബ്രായ വിശ്വാസികൾ, ഈ എബ്രായ വിശ്വാസികളുടെ 6 പ്രധാനപ്പെട്ട അടിസ്ഥാന വിശ്വാസങ്ങളായിരുന്നു എന്ത്? ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റിലുള്ളത്. എന്തുവാ? 1, നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം. ദൈവത്തിങ്കലെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ബേസിക്, ഇത് സഭയുടെ അടിസ്ഥാന ഉപദേശം ഒന്നുമല്ല കേട്ടോ. ഇതൊക്കെ എടുത്ത് സഭയുടെ അടിസ്ഥാന ഉപദേശം എന്ന് പറയുന്നുണ്ട്. ഞാനും പണ്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അറിവില്ലായിരുന്നു. സഭയുടെ അടിസ്ഥാന ഉപദേശം ഇതൊന്നുമല്ല. ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം. അപ്പൊ ഒത്തിരി സ്നാനമുണ്ട്. ഈ സ്നാനം എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ സഭയ്ക്ക് മാത്രം കൊടുത്തൊന്നുമല്ല. സ്നാനം എന്ന് പറഞ്ഞാൽ പണ്ട് യഹൂദന്മാരുടെ എന്ന് പറഞ്ഞാൽ മിക്വേ എന്ന് പറയും. മിക്വേ, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം. കൈവെപ്പ് എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരുടെ കൈവെപ്പുണ്ടോ ഇങ്ങനെ അതല്ല. കൈവെപ്പിന്റെ ശുശ്രൂഷയെ കുറിച്ച് ഓൾഡ് ഗവൺമെന്റ് ഉണ്ട്. കൈവെപ്പ്. അടുത്തത് മരിച്ചവരുടെ പുനരുത്ഥാനം. അപ്പൊ ഈ മരിച്ചവരുടെ പുനരുത്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനമാണെന്ന് ബൈബിളിൽ പറഞ്ഞു. അപ്പൊ ഈ ജൂവിന്റെ ഇടയിൽ ഒരു പ്രധാനപ്പെട്ട വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ അതിലേക്കൊന്ന് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ പോകും. ഈ ബോഡ്ലി റിസറക്ഷൻ, ശരീരത്തിന്റെ ഉയർപ്പ് എന്ന് പറയുന്ന ഒരു ഡോക്ട്രിൻ യഹൂദന്മാർക്ക് എവിടുന്നാ കിട്ടിയത്? അതിനുശേഷം യഹൂദന്മാരുടെ നിന്നാണല്ലോ നമ്മളും ക്രിസ്ത്യാനികളുടെ എത്തിക്കുന്നത്. എബ്രായ ഭാഷയിൽ, എബ്രായരുടെ ഇയർലി അണ്ടർസ്റ്റാൻഡിങ്ങില് അവർ വിശ്വസിച്ചിരുന്നത് ഒരാൾ മരിച്ചു പോകുമ്പോൾ ആ ആള് എവിടോട്ട് പോകുന്നു? ഓൾഡ് ടെസ്റ്റമെന്റിലെ ബിലീവേഴ്സ് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് എപ്പോൾ വരെ എന്നറിയാം? ബിഫോർ എക്സൈൽ. അതായത് ബാബിലോണിലേക്ക് ഇവര്, നിങ്ങൾ ശ്രദ്ധിക്കണം, ബാബിലോണിലേക്ക് ഇവർ പ്രവാസികളായി പോകുന്നതിന് മുൻപ് അവരുടെ യഹൂദന്മാരുടെ ഇടയിൽ there is no clear belief in bodily resurrection. ശരീരത്തിൽ നിന്ന്, ശരീരം മണ്ണിൽ നിന്ന് ഉയർത്തു വരുമെന്ന് ഒരു വിശ്വാസം അവർക്കില്ലായിരുന്നു. പക്ഷെ റിസറക്ഷൻ എന്ന വാക്തത്വം അവർക്കുണ്ടായിരുന്നു. അത് ആദമിന്റെ കാലം മുതൽ ദൈവം അവർക്ക് കൊടുത്തിരുന്നു. ഓക്കെ. പക്ഷെ അവരുടെ ഇടയിൽ റിസറക്ഷൻ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ബേസാണ്, തുടക്കമാണ്, എല്ലാം വന്നിട്ടില്ല, പൂർണ്ണ വെളിപ്പാടൊന്നും വന്നിട്ടില്ല. പക്ഷെ അവർക്ക് റിസറക്ഷൻ കേൾക്കുമ്പോൾ 100% അവർക്ക് വിശ്വസിക്കാൻ പറ്റും. എന്താ? അവർ ബോഡിലി റിസറക്ഷനും അവർ വിശ്വസിക്കാതെ അല്ലെങ്കിൽ ചിന്തിക്കുന്നതിനകത്ത് ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താനായിട്ട് നമുക്ക് പറ്റത്തില്ല. ഓക്കെ. അടുത്തത്, അവരെ സംബന്ധിച്ചിടത്തോളം ബിഫോർ എക്സൈൽ ഡെത്ത് എന്ന് പറയുന്നത് was seen as a descent to Sheol. ഷിയോളിലേക്ക് അവർ പോവുകയാണ്. സങ്കീർത്തനം 6:5 സഭാപ്രസംഗി 9:10 നമുക്കറിയാം പാതാളത്തിലേക്ക് പോവുക. ഷിയോൾ, ഹിഡൻ പ്ലേസിലേക്ക് പോകുന്നു. അതായത് മരിച്ചു പോകുന്നവരെല്ലാവരും തന്നെ ഇവിടെ പോകുന്നു, പാതാളത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു പഠനം അവർക്ക് ആദ്യമായിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് പ്രവാചകന്മാരുടെ എഴുത്തുകളിൽ വന്നിരിക്കുന്ന ചില പ്രധാന കാര്യങ്ങൾ. ഒന്ന്, യെശയ്യാവിന്റെ പ്രവചനം 26-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം, നിങ്ങളുടെ മരിച്ചവർ ജീവിക്കും, അവരുടെ ശരീരങ്ങൾ എന്ത് ചെയ്യും? ഉയർക്കും, ഭൂമി മൃതന്മാരെ പ്രസവിക്കും. അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകളിൽ നമുക്ക് ധ്വനിയുണ്ട്. എന്താ?
ശരീരം പുറത്തു വരുന്ന ഒരു ധ്വനിയുണ്ട്. അത് നമുക്ക് പക്ഷെ അത് യഥാർത്ഥത്തിൽ പ്രൊഫറ്റിക്കലി മറ്റൊരു സിംബോളിക്കലി സംസാരിക്കുന്ന ചില കാര്യങ്ങളാണെന്ന് ഞാൻ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എസെക്കിയേലിന്റെ പ്രവചനം 37-ാം അധ്യായത്തിന് ഈ അസ്ഥികൾ ജീവിക്കുമോ എന്നുള്ള ആ ഒരു പോർഷൻ വായിക്കുമ്പോഴും നമുക്ക് അസ്ഥിയോട് ചേർന്ന് മാംസം പിടിപ്പിക്കുന്നു, നരമ്പ് പിടിപ്പിക്കുന്നു, തൊക്കുകൊണ്ട് പൊതിയുന്നു, ജീവൻ വരുന്നു. അങ്ങനെ ശരീരം തന്നെ അസ്ഥിയായിരുന്നത് എഴുന്നേറ്റ് വരുന്നത് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഫിസിക്കലി മണ്ണോട് ചേർന്നവരെ കുറിച്ച് അല്ലെന്ന് നമുക്ക് എസെക്കിയേലിൽ കാണാൻ പറ്റും. യോബിന്റെ പുസ്തകം 19-ാം അധ്യായത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്, എന്റെ തോല് ദ്രവിച്ചു പോയാൽ ഞാൻ എന്റെ വീണ്ടെടുപ്പുകാരൻ പൊടിയിൽ നിൽക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഒടുക്കത്തെ നാളിൽ എന്ത് ചെയ്യും? ഞാൻ അവനെ സഹിതനായി കാണുമെന്ന് ചില ട്രാൻസ്ലേറ്റ് ദേഹരഹിതനായി കാണുമെന്നുള്ളതാണ് ഒറിജിനൽ എന്നതും യാഥാർത്ഥ്യം. പക്ഷെ ഇങ്ങനെയുള്ള ഡിബേറ്റബിൾ ആയിട്ടുള്ള വാക്യങ്ങളിൽ നിന്ന് ശരീരം എഴുന്നേറ്റ് വരും എന്നുള്ള ചിന്ത യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇവർ നേരെ ബാബേൽ പ്രവാസത്തിലേക്ക് 6-ാമത്തെ നൂറ്റാണ്ടിൽ BC 6-ാം നൂറ്റാണ്ടിലേക്ക് പോകുമ്പോൾ 6ഉം 5ഉം നൂറ്റാണ്ടുകൾ അവർ അവിടെ ആയിരിക്കുമ്പോൾ ബാബിലോണൽ എക്സൈൽസിൽ, അതായത് ബാബിലോണിയൽ എക്സൈൽസ് മാത്രമല്ല, ബാബിലോണിന് ശേഷം മേത്യ പേർഷ്യ രംഗത്ത് വരുമ്പോൾ പേർഷ്യൻ റൂളിലും ഇവർ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് പേർഷ്യയിൽ ഉണ്ടായിരുന്ന ഒരു മതമാണ് സ്വരാഷ്ട്രിയനിസം. സ്വരാഷ്ട്രിയനിസം എന്ന് പറയുന്നത് സ്വരാഷ്ട്ര മതം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഈ സ്വരാഷ്ട്രിയൻ മതം 3 പ്രധാന കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. 3. ഒന്ന്, ഫൈനൽ ജഡ്ജ്മെന്റ് ഓഫ് ദ വേൾഡ്. കേൾക്കണം, ഇത് ക്രിസ്തുവിന്റെ സഭയുടെ ഉപദേശമല്ല. ഫൈനൽ ജഡ്ജ്മെന്റ്, ലോകത്തിന് ഒരു അന്ത്യന്യായ വിധിയുണ്ട്. ഇതാദ്യം പഠിപ്പിച്ചത് യേശു അല്ല, ഇത് സ്വരാഷ്ട്ര മതത്തിന്റെ ഉപദേശമാണ്. ഞാൻ അതിനെക്കുറിച്ചുള്ള ജസ്റ്റ് ഒരു സമ്മറി. അതായത് ഫൈനൽ ജഡ്ജ്മെന്റ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ സ്വരാഷ്ട്രിയൻ ടോട്ട് ദ ഹിസ്റ്ററി would culminate in a great final judgment. കേൾക്കണം, ഇപ്പൊ നമ്മുടെ ഇടയിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട്, കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഫൈനൽ ജഡ്ജ്മെന്റ്. അതിനവർ പറയുന്ന അവരുടെ ഭാഷയിൽ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, ഫ്രഷോകെറേറ്റി, മേക്കിംഗ് വണ്ടർഫുൾ അഗെയിൻ എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ കൊണ്ടൊന്ന് ജഡ്ജ് ചെയ്ത് അവസാനിപ്പിച്ചിട്ട് ദൈവം എന്ത് ചെയ്യാൻ പോവാ? മേക്കിംഗ് വണ്ടർഫുൾ അഗെയിൻ. വീണ്ടും ദൈവം പുതിയതിനെ എന്ത് ചെയ്യും? ഉണ്ടാക്കും. ഇതൊക്കെ തന്നെ അല്ലേ ക്രിസ്ത്യാനിയും പഠിപ്പിക്കുന്നത്? ഇത് മുഴുവൻ കത്തിപ്പണ്ടാരം അടങ്ങിയ ശേഷം ദൈവം എന്ത് ചെയ്യും? പുതിയ ആകാശവും പുതിയ ഭൂമി സൃഷ്ടിക്കുന്നല്ലേ? ഇത് എവിടുന്ന് കിട്ടി ഈ ചിന്ത? അക്ഷരാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുമെന്ന് ആര് പഠിപ്പിച്ചിരിക്കുന്നു? സ്വരാഷ്ട്രീയ മതക്കാര് പഠിപ്പിച്ചിരിക്കുന്നു. രണ്ടാമത്തെ അവരുടെ ടീച്ചിങ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ ടീച്ചിങ് അങ്ങനെയാണ്, ഫൈനൽ ജഡ്ജ്മെന്റ് ആണ്. അതത് അറ്റ് ദ എൻഡ് ഓഫ് ദ ടൈം, കാലമൊത്തവും അവസാനിക്കുമ്പോൾ ദ ഈവിൾ സ്പിരിറ്റ്, ഞാൻ അത് സ്വരാഷ്ട്ര മതക്കാരെ പറയാം, ഈവിൾ സ്പിരിറ്റ്, അതായത് അതിന് അവർ കൊടുത്തിരിക്കുന്ന ഈഗിൾ സ്പിരിറ്റിന് അവർ പേർഷ്യൻ ലാംഗ്വേജ് എന്താ? അഗ്ര മെയിൻയു അല്ലെങ്കിൽ അഹ്രിമാൻ വിൽ ബി ഡിഫീറ്റഡ്. നോക്കിയുള്ളത് രസകരമാണ്. ഇതൊക്കെ എവിടുന്ന് ക്രിസ്തീയ സഭയ്ക്കകത്ത് വന്ന് കയറിയെന്ന് നിങ്ങൾ നോക്കണ്ട. ഈവിൾ സ്പിരിറ്റ്, നമ്മൾ ന്യൂ ടെസ്റ്റ്മെന്റ് അന്ത്യകാലത്ത് സാത്താനെ ഇല്ലാതാക്കുമെന്നല്ല പഠിപ്പിക്കുന്നത്. സെയിം തിങ് എവിടുന്ന് ആര് പഠിപ്പിച്ചിരുന്നു? സ്വരാഷ്ട്ര മതക്കാർ പഠിപ്പിച്ചത്. അടുത്തത്, ദ വേൾഡ് വിൽ ബി പ്യൂരിഫൈഡ് ബൈ ദ ഫയർ. ചേട്ടായി, പുരാതന കാലം വെള്ളത്തിന് വേണ്ടി വെച്ചിരിക്കുന്നു, ഇനി വരുവാനുള്ള ലോകത്തെ ദൈവം തീക്കായി സൂക്ഷിക്കുന്ന നിങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം ശ്രദ്ധിക്കൂ. യു ആർ ടീച്ചിങ് നോട്ട് ദ ബൈബിൾ, യു ആർ ടീച്ചിങ് സ്വരാഷ്ട്രീയ മതമാണ് പഠിപ്പിക്കുന്നത്. ദ വേൾഡ് വിൽ ബി പ്യൂരിഫൈഡ് ബൈ ഫയർ and restored to its original perfection. തീ കൊണ്ട് തന്നെ കത്തിച്ച് ശുദ്ധീകരിച്ചിട്ട് എന്ത് ചെയ്യും? പുതിയതാക്കി മാറ്റും. പുതിയ ആകാശം, പുതിയ ഭൂമി. മൂന്നാമത്തത്, ട്രൂത്ത് ആൻഡ് റൈച്ചസ്നെസ്. അതിനവർ കൊടുക്കുന്ന അവരുടെ ഭാഷയിൽ അഷ എന്ന് പറയും, വിൽ പ്രിവൈൽ ഫോർ എവർ. സത്യവും നീതിയും എന്നേക്കും നിലനിൽക്കും. നോക്കിക്കേ, ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ ആളുകൾ പഠിപ്പിക്കുന്നത്? സ്വരാഷ്ട്രീയ സ്ക്രിപ്ചറിൽ പറയുന്നത് there is a separation of righteous and wicked. ദൈവത്തെ നീതിമാന്മാരെയും ദുഷ്ടന്മാരെയും തമ്മിൽ വേർതിരിക്കും. അതിന്റെ മറ്റ് ട്രാൻസ്ക്രിപ്റ്റിൽ ടെക്സ്റ്റുകളിൽ പറയുന്നത് ഫൈനൽ ജഡ്ജ്മെന്റ് ആൻഡ് ദ ഹോൾ വേൾഡ് വിൽ ബി റിന്യൂഡ്. ഇതെല്ലാം അവരുടെ സ്വരാഷ്ട്രക്കാരുടെ സ്ക്രിപ്ചറിലുള്ളതാണ്, സ്വരാഷ്ട്രീയൻ സ്ക്രിപ്ചേഴ്സിലുള്ള കോട്ടിങ്സ്. അപ്പൊ രണ്ടാമത്തെ ഇത് ഒന്ന് ഫൈനൽ ജഡ്ജ്മെന്റ് ഓഫ് ദ വേൾഡ്. നമ്പർ 2, രണ്ടാമത്തെ അവരുടെ ഉപദേശം എന്ന് പറയുന്നത്, രണ്ടാമത്തെ ബോഡ്ലി റിസറക്ഷൻ ഓഫ് ദ ഡെഡ്. ശ്രദ്ധിച്ചേക്കണം, ബോഡ്ലി റിസറക്ഷൻ ഓഫ് ദ ഡെഡ്. ഇറ്റ്സ് നോട്ട് ബിബ്ലിക്കൽ. ആദാമ പഠിപ്പിച്ചതല്ല,
നോഹ പറഞ്ഞതല്ല, അബ്രഹാമിന് വെളിപ്പെട്ടതല്ല, മോശയിലൂടെ വന്നതല്ല. എവിടുന്ന ഇത് വരുന്നത്? ഈ ചിന്ത മൊത്തം എവിടുന്ന വരുന്നത്? ബാബിലോൺ. മിസ്രൈമിൽ ഉണ്ടായിരുന്നു. കാരണം ഫറവോന്റെ കാലത്ത് ഫറവോന്റെ ശരീരമൊക്കെ എന്താ മമ്മിഫൈ ചെയ്ത് അവിടെ പിരമിഡുകളിൽ സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും, ആ ചിന്തയിലായിരിക്കാം ഞാൻ വിചാരിക്കുന്നു ജോസഫ് പറഞ്ഞ എൻ്റെ അസ്ഥിയും കൂടെ എടുത്തുകൊണ്ടൊന്ന് പോയിക്കോണം. കാരണം ഒരു ദിവസം ശരീരം എഴുന്നേറ്റ് വരുമെന്നുള്ള ചിന്ത എവിടുന്ന് വന്നു? ഈജിപ്തിൽ നിന്ന്. കാരണം ദിസ് ഇസ് നോട്ട് ദ ബിബ്ലിക്കൽ റിയാലിറ്റി. ഇസ്ലാം സ്വരാഷ്ട്ര മതക്കാരെന്ന് പറഞ്ഞേ ഫൈനൽ റിസറക്ഷൻ ഓഫ് ദ ബോഡി. അപ്പം ബോഡ്ലി റിസറക്ഷൻ ഓഫ് ദ ഡെഡ് എന്ന് പറയുന്നത് സ്വരാഷ്ട്രീയക്കാരുടെ ഒരു യുണീക്കായിട്ടുള്ള ഒരു ടീച്ചിങ് ആണ്. മാത്രമല്ല അവരുടെ ഏൻഷ്യന്റ് റിലീജിയസ് ടീച്ചിങ്സിനകത്ത് അവർ കൃത്യമായിട്ട് പറഞ്ഞു ഫിസിക്കൽ റിസറക്ഷൻ. അസ്വാത് എററ്റ, അങ്ങനെ പറഞ്ഞു. അസ്വാത് എററ്റ ഇങ്ങനെ പറഞ്ഞു. ഹി ഹു മേക്സ് ദ ബോഡി റൈച്ചസ്. ഫിസിക്കൽ റിസറക്ഷൻ അവർ പറയുന്നത് ബോഡി എന്ത് ചെയ്യും? ഫിസിക്കലി റിസറക്ട് ചെയ്ത് എന്ത് ചെയ്യാം? ഗോഡ് വിൽ, ഹി ഹു മേക്സ് ദ ബോഡി റൈച്ചസ്, അതായത് ബോഡിയെ റൈച്ചസ് ആക്കുന്നവൻ. അതിനെ അസ്വാത് എററ്റ എന്നാണ് അവർ പറയുന്നത്. ബോഡ്ലി റിസറക്ഷൻ. അവർ പറയുന്നത് ഓൾ പീപ്പിൾ വിൽ റൈസ് ഇൻ ദെയർ ബോഡീസ് ആഫ്റ്റർ ഡെത്ത്. ശ്രദ്ധിക്കൂ, ഇത് മരിച്ചവർ ഉയർക്കും എന്നൊക്കെ നമ്മൾ ലോകത്തോട് പറയുമ്പോൾ അവരിതിന്, ഇന്ന് നമ്മൾ ക്രിസ്ത്യ പ്രസംഗിക്കുന്നതിന് 3000 വർഷത്തിന് മുമ്പ് BC 1000 ആ ടൈമിലാണ് ഈ രാഷ്ട്രമതക്കാർ ഉണ്ടായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ടൈമിലാന്ന് തോന്നുന്നു. ഓക്കെ, ഇറ്റ് ഈസ് BC 1000 ടൈം. നമ്മുടെ ദാവീദിന്റെ ഒക്കെ കാലഘട്ടം, ആ കാലം മുതൽ എന്തുണ്ട്? രാഷ്ട്രമത ഇവിടെയുണ്ട്, പേർഷ്യൻ രാജ്യത്തുണ്ട്. ബോഡി വിൽ ബി റിസറക്റ്റഡ് ആഫ്റ്റർ ഡെത്ത്. Their soul will be reunited with purified immortal bodies. അവരുടെ നഷ്ടപ്പെട്ട സോൾ ഉണ്ടല്ലോ, തിരിച്ച് ഈ ഇമ്മോർട്ടൽ ആയിട്ടുള്ള പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഉയർത്തെഴുന്നേറ്റ ശരീരത്തിലേക്ക് തിരിച്ചു വരും. ദിസ് റിസറക്ഷൻ ഹാപ്പൻസ് ആഫ്റ്റർ ദ ഫൈനൽ വിക്ടറി ഓവർ ഈവിൾ. അതായത് സാത്താനെയും ഈവിളിനെയും ഈവിൾ സ്പിരിറ്റിനെയും എല്ലാം കൂടെ തോൽപ്പിച്ച് അവസാനത്തിന് ശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഇത് സംഭവിക്കത്തുള്ളൂ. അവരുടെ സ്ക്രിപ്ചറിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ദ മാൻ വിൽ റൈസ് അപ്പ് അലൈവ് ആൻഡ് ഇമ്മോർട്ടൽ, എവറി ബോഡി വിൽ ബിക്കേം പെർഫെക്റ്റ്. യൂണിവേഴ്സൽ ബോഡിലി റിസറക്ഷൻ. ഇത് സ്വരാഷ്ട്ര മതക്കാരുടെ രണ്ടാമത്തെ പഠിപ്പീരാണ്. ഇനി മൂന്നാമത്തെ അവരുടെ പഠനത്തിൽ ഉള്ള ഒരു കാര്യം, റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് ആഫ്റ്റർ ഡെത്ത്. ഇതൊക്കെ തന്നെയല്ലേ നമ്മളും പറയുന്നത്? മരിച്ച ശേഷം ഒരു ന്യായവിധിയുണ്ട്, പ്രതിഫലവുമുണ്ട്, ന്യായവിധിയുണ്ട്. നീതിമാന്മാർക്ക് പ്രതിഫലവും നീതികെട്ടവർക്ക്. ഇത് തന്നെയാണ് വെളുപ്പാങ്കാലത്ത് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും നമ്മുടെ സഭകളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സെയിം തിങ്. സ്വരാഷ്ട്ര മതക്കാര് യേശുക്രിസ്തുവിന് 1000 വർഷത്തിന് മുമ്പ് പ്രസംഗിച്ച കാര്യം അങ്ങനെ തന്നെ വള്ളി പുള്ളി മാറാതെ നമ്മുടെ ഇടയിൽ പ്രസംഗിക്കുന്നു. ഈ മതങ്ങളിൽ നിന്ന് വന്നു. ഇത് ബൈബിളിന്റെ ഉപദേശമല്ല. ഇറ്റ്സ് നോട്ട് ബിബ്ലിക്കൽ ഡോക്ട്രിൻ. ശരി, അങ്ങനെയാ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, ഡു യു ബിലീവ് ദാറ്റ് ദ റിലീജിയൻ സ്വരാഷ്ട്ര റിലീജിയൻ ഈസ് ഫ്രം ഗോഡ്? ഈസ് ദ സ്ക്രിപ്ചർ ഈസ് ഇൻസ്പയർഡ് ബൈ ഗോഡ്? Do you think that that religion is founded by the Almighty God, the living God? Because same doctrine. ഒരു വ്യത്യാസമില്ല. The final judgment, reward and punishment of the after death. അവർ പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ്? സൊറാസ്ട്രിയൻസ് പറഞ്ഞ ജഡ്ജ്മെന്റ്, മരണത്തിന് ശേഷം എന്ത് ചെയ്യുക? ഒരു ജഡ്ജ്മെന്റ് ഉണ്ടെന്നും മരണത്തിന് ശേഷം. നമ്മൾ പഠിപ്പിക്കുന്നത് എങ്ങനെ? There's a judgment after death. Can you show me a single word? മരിച്ചവർ, ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരെയും ദൈവം മരിച്ച ശേഷം ന്യായം വിധിക്കുന്ന ഒരു വാക്യം കാണിച്ചു തരാമോ? Is there in the Bible? It's not in the Bible. It's not in the Bible. എന്നിട്ട് അവർ പറഞ്ഞേക്കുന്ന പോയിന്റ്സ് ഞാൻ പറയാം. ഒന്ന്, ഈച്ച് സോൾ ക്രോസസ് ദ ചിൻവാത്ത് ബ്രിഡ്ജ്. ഈ ചിൻവാത്ത് പാലം എന്ന് പറയുന്ന സാധനം ഇത് മുസ്ലിങ്ങളുടെ ഇടയിലുണ്ട്. കാരണം ഇത് പേർഷ്യയിൽ നിന്ന് വന്നതാണ്. പേർഷ്യൻ മതത്തിൽ നിന്ന്, സ്വരാഷ്ട്ര മതക്കാരിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തതാണ് മുസ്ലിങ്ങള്. ദൈവം അവിടെ ചെല്ലുമ്പോൾ ഒരു ചിൻവാത്ത് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. അതിലൂടെ ഇങ്ങനെ കടന്നു പോകണം എന്നുള്ള ആ ഒരു, എല്ലാ സോളും കടന്നു പോകണം എന്നുള്ളത്. അത് ബ്രിഡ്ജ് ഓഫ് ജഡ്ജ്മെന്റ് ആണെന്ന് പറഞ്ഞു.
നമ്പർ 2, ദ റൈച്ചസ് ഫൈൻഡ് ദ ബ്രിഡ്ജ് വൈഡ് ആൻഡ് സേഫ്. നീതിമാന്മാർക്ക് ആ പാലം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വീതിയുള്ളത്, അതുകൊണ്ട് അവർക്ക് ധൈര്യമായിട്ട് സേഫായിട്ട് അപ്പുറത്ത് പോകാൻ പറ്റും. എൻറ്ററിങ് ഇൻ ദ ഹൗസ് ഓഫ് സോങ്, ഹെവൻ, ഹൗസ് ഓഫ് സോങ്, പാട്ടിന്റെ വീട്ടിലേക്ക് അവർ എത്തുന്ന, അതാ സ്വർഗത്തെ കുറിച്ച് അവരെങ്ങനെയാ പറയുന്നത്. അടുത്തത്, ദ വിക്കഡ് ഫൈൻഡ് ഇറ്റ് നാരോ ആൻഡ് പെരിലസ്. അതായത് ദുഷ്ടന്മാർക്ക് ആ പാലം എന്തായിരിക്കും? ഇസ്ലാമിക പഠനം അനുസരിച്ച് മുടിയെ എത്രയോ നാരിനെ ഇങ്ങനെ ഒരു മുടി എടുത്തിട്ട് ഇങ്ങനെ കീറി അതിലൂടെ നടത്തുന്നു. അപ്പൊ ദുഷ്ടന്മാർക്ക് അത് നാരോയും ഭയങ്കരമായിട്ട് ഭയാനകമായിട്ട് ആയിരിക്കും എന്നത് നമുക്ക് കാണാൻ പറ്റും. അവരെങ്ങോട്ട് വീഴുകയാണ്? ദേ വിൽ ഫോൾ ഇൻ ടു ദ ഹൗസ് ഓഫ് ലൈസ്. കള്ളങ്ങളുടെ വീട്ടിലേക്ക് അവർ വീഴും. അതിനെ ഹെൽ എന്ന് അവർ വിളിക്കുന്നു. അടുത്തത്, ദ ജഡ്ജ്മെന്റ് ആന്റിസിപ്പേറ്റ്സ് ദ ഫൈനൽ റിസറക്ഷൻ ആൻഡ് ദ വേർഡ്. അത് ജഡ്ജ്മെന്റിന് എന്തുവാ ശേഷം എന്തുണ്ട്? ഫൈനൽ റിസറക്ഷൻ ആൻഡ് അതായത് ഫൈനൽ റിസറക്ഷന് ശേഷം അതിന് മുമ്പ് തന്നെ എന്തുണ്ട്? ജഡ്ജ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു, ലോകത്തിന്റെ റിന്യൂവൽ ഉണ്ടെന്ന് ഇവർ പഠിപ്പിക്കും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ ഈ 3 പോയിന്റ് നിങ്ങൾ മറന്നു പോരുത്. ഒന്ന്, ജഡ്ജ്മെന്റ് ഓഫ് ദ വേൾഡ്, ബോഡ്ലി റിസറക്ഷൻ ഓഫ് ദ ഡെഡ്, ആൻഡ് ദ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് ആഫ്റ്റർ ഡെത്ത്. ഇത് 3ഉം പച്ചയ്ക്ക് നമ്മുടെ കൺവെൻഷൻ വേദികളിൽ, നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളിൽ, നമ്മുടെ സഭായോഗങ്ങളിൽ നമ്മൾ പ്രസംഗിക്കുന്നു. നമ്മളും സ്വരാഷ്ട്ര മതക്കാരും തമ്മിൽ ഈ വിഷയത്തിൽ എന്ത് വ്യത്യാസം? അവിടെ നിന്ന് ഇത് അഡോപ്റ്റ് ചെയ്തതാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് തിരുത്താൻ പറ്റുമോ? കാരണം ഈ 3 കാര്യവും നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ ബൈബിൾ. ഇപ്പൊ നിങ്ങൾ ഇഷ്ടംപോലെ വാക്കിയെടുത്തോണ്ട് വരുന്ന എനിക്കറിഞ്ഞു. കാരണം എന്നിട്ട് നിങ്ങൾ വേണേ പറയും ഇവൻ ബൈബിൾ വായിച്ചിട്ടുമില്ല, ഇവൻ ബൈബിൾ തൊട്ടിട്ടുമില്ല. കഴിഞ്ഞ ദിവസം ആരോ ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നു, ഇവൻ ബൈബിൾ കണ്ടിട്ടുമില്ല, ഇവൻ ബൈബിൾ വായിച്ചിട്ടു. എന്റെ പൊന്നു ചേട്ടായി, അറ്റ്ലീസ്റ്റ് സ്കൂളിൽ പോയ വിവരമെങ്കിലും എനിക്കുണ്ട്. നിങ്ങൾ എന്താ പറയാൻ വരുന്നത് എനിക്ക് നല്ലപോലെ അറിയാം. there is a resurrection and judgment after deathന് നിങ്ങൾ ഏതൊക്കെ വാക്യം എടുക്കുമെന്ന് എനിക്കറിയാം. ലോകത്തെ ന്യായം വിധിക്കും എന്നുള്ള വാക്യമുണ്ട്, എടുത്ത് നിങ്ങൾ കൊണ്ടുവരുന്ന എനിക്കറിയാം. പക്ഷെ നിങ്ങളും ഞാനും വായിക്കുന്ന ഭാഷയിലല്ല വേദപുസ്തകം എഴുതിയതെന്ന് ബോധത്തോടെ വേണം ഈ വാക്യങ്ങളുമായിട്ട് നമ്മൾ തർക്കിക്കാൻ. ഇത് എഴുതിയത് ആരാണ്, ഏത് ഭാഷയിലാണ് എഴുതിയതെന്നുള്ള ബോധ്യമാദ്യം വേണം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കട്ടെ, മരിച്ചവരുടെ പുനരുത്ഥാനം എന്ന് പറയുന്നത് ബേസിക് ആണ്. അതിനെ വിട്ട് കളഞ്ഞിട്ട് ക്രിസ്തുവിനെ സംബന്ധിച്ച പരിജ്ഞാനപൂർത്തി പ്രാപിക്കുക. അതിന്റെ അർത്ഥം എന്താ? ആദിമ നൂറ്റാണ്ടിലെ എബ്രായരുടെ ഇടയിൽ പരമ്പരാഗതമായി വന്ന പല ഉപദേശാടിസ്ഥാനങ്ങളുണ്ട്. മരിച്ചവരുടെ പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ സത്യമാണ്, പക്ഷെ അവരുദ്ദേശിക്കുന്നതല്ല. ദൈവത്തെങ്കിലും വിശ്വാസമൊന്നുണ്ട്, പക്ഷെ അവർ ഉദ്ദേശിക്കുന്നതല്ല. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നിർജീവ പ്രവൃത്തിയെ കുറിച്ചുള്ള മാനസാന്തരം എന്ന് പറഞ്ഞ ഉണ്ട്, പക്ഷെ അത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനുള്ള ബന്ധത്തിൽ വ്യത്യസ്തമാണ്. കൈവെപ്പ് ക്രിസ്തുവിൽ വ്യത്യസ്തമാണ്. സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം ക്രിസ്തുവിൽ അത് വ്യത്യസ്തമാണ്. നിത്യശിക്ഷാവധി ന്യൂ കവനന്റിൽ അതിന് വ്യത്യസ്തമായതുണ്ട്. അതിന്റെ അർത്ഥം നിലവിൽ അവർ കൊണ്ടു നടന്നിരുന്ന പല ബേസിക് അണ്ടർസ്റ്റാൻഡിങ്സും വിട്ടുകളയാൻ അവിടെ എഴുതി. വിട്ട് എന്ന വാക്കിന് കൊടുത്തത്, ലീവ് എന്ന വാക്കിന് കൊടുത്തത് അർത്ഥം പറയാം. ഗിവ് അപ്പ് എന്നാ പറഞ്ഞേക്കുന്നത്. ഗിവ് അപ്പ്, ഉപേക്ഷിക്ക്. ക്രിസ്തുവിനെ സംബന്ധിച്ച് പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ, ക്ഷമിക്കാൻ ശ്രമിക്കാനായിട്ട് പറയുക. അപ്പം യഹൂദന്മാരുടെ ഇടയിൽ വന്ന ഈ ഉപദേശം അതിനെ തിരുത്തണം. അതുകൊണ്ടാണ് എബ്രായയിലെ പറയാം, ദാറ്റ് ഈസ് യു മസ്റ്റ് ലീവ് ദാറ്റ് ബേസിക് പ്രിൻസിപ്പിൾസ് അബൌട്ട് ക്രൈസ്റ്റ് ആൻഡ് കം ടു ദ ഫുൾനെസ് ഓഫ് ദ നോളജ് ഓഫ് ദ ലോർഡ് ജീസസ്. ക്രിസ്തുവിനെ സംബന്ധിച്ച് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കാൻ ആവശ്യപ്പെട്ടതിന്റെ കാരണം ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്നതല്ല യാഥാർത്ഥ്യം. ഓക്കെ, അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞാൽ ഇത് ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ പറയാൻ പോയി കഴിഞ്ഞാൽ ഒരു 100 എപ്പിസോഡ് സംസാരിക്കേണ്ടി അത്രയ്ക്കുണ്ട്. എന്തായാലും ഞാൻ അങ്ങനെ വെതുക്കേ പോകുന്നുള്ളൂ. ഓരോന്നുമായിട്ട് പോകാം. നിങ്ങൾ ഇന്നത്തെ ചിന്തിച്ചു നോക്കിയേ, വാട്ട് ഈസ് ദ ബെറ്റർ റിസറക്ഷൻ? എന്തുവാ ബെറ്റർ റിസറക്ഷൻ? യേശുക്രിസ്തു എന്തിനാണ്? യേശുക്രിസ്തുവിന് എന്താണ് ആവശ്യം? ആ ശരീരത്തെ ഉയർക്കാനുള്ള ആശയം എന്താണെന്ന് നോക്കാം. അത് ബൈബിളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തപ്പും. പഴയ നിയമവുമായി ബന്ധപ്പെട്ട്
ഞാൻ ഒരു അസൈൻമെന്റ് തരാം. എന്നോട് വഴക്കുണ്ടാക്കാൻ വരരുത്. എൻ്റെ നമ്മുടെ ഇതിന്റെ താഴെ വന്നിട്ട് കമന്റ് ബോക്സിൽ വന്നിട്ട് ഞാൻ ശരിയല്ല, ഞാൻ പിശാചിന് ഇങ്ങനെ എന്നൊന്നും പറയുന്നതിന് പകരം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന തിരുവെഴുത്തിനകത്ത് ഇതുമായി ബന്ധപ്പെട്ടത് വല്ലതും ഉണ്ടോ എന്ന് നോക്ക്. യേശു ക്രിസ്തുവിന്റെ ബോഡ്ലി റിസറക്ഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ പഴയ നിയമത്തിലുണ്ടോ നോക്കുക. കാരണം കർത്താവായ യേശു വന്നത് പഴയ നിയമത്തെ നീക്കാനല്ല, അത് നിവർത്തിക്കാനാണ്. പ്രവാചക പുസ്തകത്തിൽ ന്യായപ്രമാണത്തിൽ എന്തെഴുതിയേക്കുന്നു അത് നിവർത്തിക്കാനാണ് യേശു വന്നതെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പും പഴയ നിയമത്തിന്റെ ഭാഗമാണ്. ബോഡ്ലി റിസറക്ഷനും പഴയ നിയമത്തിനകത്ത് ദൈവികമായ ഇടപാടുണ്ട്. യേശു ശരീരം എടുത്തതിനും ശരീരത്തിൽ തന്നെ തിരിച്ചു വന്നതിനും പഴയ നിയമത്തിൽ സൂചനകളുണ്ട്. അതിനകത്ത് കൃത്യമായ റെവലേഷൻസ് ഉണ്ട്. കണ്ടുപിടിക്കുക. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. യേശുക്രിസ്തു എന്തുകൊണ്ട് ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റു എന്നത് ബോധ്യമുള്ളത് കൊണ്ടാണ് സംസാരിക്കുന്നത്. ഇത് കണ്ടെത്തിയിട്ട് നിങ്ങൾ വാ. അല്ലാതെ ഞാൻ ബൈബിൾ വായിച്ചിട്ടുണ്ടോ, എന്നെ കയറി പിശാച് പിടിക്കും, ഞാൻ പിശാചിന്റെ കീഴിൽ കിടക്കുക, എൻ്റെ ഹൃദയം ഒന്നുമില്ല സാത്താൻ. എനിക്ക് സാത്താനെ വിശ്വാസമില്ല. സാത്താൻ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയത് ഇന്ന് കുറെ സാത്താന്മാരുണ്ട്. അതെല്ലാ സാത്താന്മാരും ഉപവാസ പ്രാർത്ഥനയിലും കാത്തിരിപ്പ് യോഗത്തിലും സഭായങ്ങളിലും ഉണ്ട്. അങ്ങനെ അവിടെ കുറെ പിശാചുകൾ സാത്താനുമുണ്ട്. അല്ലാതെ വേറെ ഒരു സാത്താനും ഈ ഭൂമിയിലില്ല എന്നും കൃത്യമായി വിശുദ്ധ തിരുവെഴുത്ത് വെച്ച് തന്നെ ഞാൻ തെളിയിക്കാം. പിന്നെ നമ്മുടെ ക്രിസ്ത്യാനികളെല്ലാം കൂടെ ചേർന്ന് ഈ ലൂസിഫർ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ ലോകത്തെ മുഴുവൻ സർവ്വവ്യാപിയാക്കി മാറ്റി. അതൊരു ഭയങ്കര ആദ്യം നിങ്ങൾ മാനസാന്തരപ്പെടും പ്ലീസ്. നിങ്ങൾ ആദ്യം പോയി ഈ ലൂസിഫർ എന്ന് പറഞ്ഞ ആളിനെ ലോകം മുഴുവൻ സർവ്വവ്യാപിയാക്കി ദൈവത്തിന് തുല്യനാക്കി മാറ്റിയ നിങ്ങളുടെ ഈ അഴുകിയ ഉപദേശത്തെക്കുറിച്ച് നിങ്ങൾ മാനസാന്തരപ്പെടും പ്ലീസ്. ഒരു ദൂതനെ വെട്ടിയിട്ടു, അവൻ ലൂസിഫറാണ്. ലൂസിഫർ ലോകത്തെ മൊത്തവും ചതിച്ചു 800 കോടി ജനത്തെ വഞ്ചിക്കുന്ന സർവ്വവ്യാപിയായ സാത്താൻ. ഈ സർവ്വവ്യാപിയായ സാത്താൻ എന്ന് പറയുന്ന ഈ മാജിക്കുകാരനെ കുറിച്ചുള്ള ഈ വിവരമില്ലായ്മ മാറ്റി നിങ്ങൾ മാനസാന്തരപ്പെടാദ്യം അത് നിർത്ത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ വലിയ നേതാവ് ഒരു പ്രസംഗം പ്രസംഗിക്കുന്നുണ്ട്. സാത്താൻ നിങ്ങളെ കണ്ടാൽ പേടിയാണ്. എന്തുകൊണ്ട് ആ സാത്താൻ നിങ്ങളെ ഇഷ്ടപ്പെടാത്തത് അറിയാമോ? നിങ്ങൾ സാത്താന്റെ സ്ഥലം കളഞ്ഞിട്ട് ദൈവത്തിങ്കിലേക്ക് വന്നയാളാണ്. നിങ്ങൾ സാത്താനെ ഉപേക്ഷിച്ചിട്ട് സാത്താന്റെ സാമ്രാജ്യത്തെ കളഞ്ഞിട്ട് ദൈവത്തിന്റെ രാജ്യത്തിൽ വന്നതുകൊണ്ട് സാത്താന് നിങ്ങളോട് ഭയങ്കര കലിപ്പാണ്. ഏതാ സാറേ ഈ സാത്താൻ? 10-60-70 വയസ്സായില്ലേ? ഇതുവരെയല്ലേ സാത്താനെ കണ്ടിട്ടുണ്ടോ? എന്താ ഈ സാത്താൻ? എവിടെ ഇരിക്കുന്ന സാത്താൻ? ആകാശം ഈ കാണുന്ന മുഴുവൻ ട്രില്യൺ ക്വാട്രില്യൺ പ്രകാശവർഷം അനന്തമായ കോടാനുകോടി ഗാലക്സികളൊക്കെ ഉള്ള ഈ മഹാപ്രപഞ്ചം സൃഷ്ടിച്ച ദൈവം തമ്പുരാന്റെ എതിരാളി ഡൂക്ലി പിയായ് പ്രപഞ്ചം മൊത്തം ഉണ്ടാക്കിയ ദൈവത്തെ ചലഞ്ച് ചെയ്യാൻ ഏതാ ഡൂക്ലി? ഒനിഡ ടിവിയിലെ ഡൂക്ലി. ആ ഡൂക്ലിയെ പ്രസംഗിക്കുക. സാത്താൻ നിന്നെ തൊടും, സാത്താൻ നിന്നെ നക്കും, സാത്താൻ നിന്നെ പിടിക്കും, സാത്താൻ നിന്നെ ബന്ധിക്കും. ഐ ആം അഷേംഡ് ഓഫ് യു. എനിക്കിപ്പോ ഈ ഏലിയാവിന് വന്നൊരു സ്പിരിറ്റാ തോന്നുന്നത്. നാണം കെടുത്താൻ തോന്നുക ഇവരോട്. ബാലിനെ വിളിക്കട, ഉറക്കം വിളിക്കുക. അയാൾ ടോയ്ലറ്റിൽ പോയിരിക്കുക എന്ന് പറഞ്ഞ പോലെ. നിന്റെ സാത്താനൊക്കെ എന്തിയടേ? എവിടൊക്കെയാടേ സാത്താൻ ഒരേ സമയം? കഴിഞ്ഞിടയ്ക്ക് വേറെ ആൾ വന്നിട്ട് ആകാശമണ്ഡലങ്ങളിൽ ഊളിയിട്ട് നടക്കുന്ന പിശാച്. ഇത് കേട്ടിട്ട് കൈയടിക്കുന്ന കുറെ വിശ്വാസി. എന്റെ ദൈവമേ, പാവം ജന കഷ്ടം. ആകാശമണ്ഡലം ഊളിയിട്ട് നടക്കുന്ന പിശാചം. എന്തുവാ സാറേ ഇതൊക്കെ? നിങ്ങൾ എന്ന് നന്നാവും? സാത്താൻ എന്താണ്, പിശാച് എന്താണ്, പഴയപാമ്പ് എന്താണ്, മഹാസർപ്പം എന്താണ്, ഇതെല്ലാം തിരുവെഴുത്തിലുണ്ട്. എന്താന്ന് നോക്ക്. ഈ കാണുമ്പോൾ കുമ്മാരുന്ന് കൈയടിക്കുന്ന പരിപാടി നിർത്തി. ഈ ബൈബിൾ പ്രസംഗിക്കുക, കൈയടിക്കുന്ന ഈ പൊട്ടത്തരം അങ്ങ് നിർത്ത്. എന്നിട്ട് ചെവി കൊണ്ട് കേട്ടിട്ട് ഇത് എന്താടോ ഇയാൾ പറയുന്നേ എന്നൊന്ന് ശ്രദ്ധിക്കുക. എനിക്ക് തോന്നി ഇത് ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ തോന്നി കൈയടിപ്പിക്കുന്നത്. കാരണം പറയുന്നത് പൊട്ടത്തരം ജനം ശ്രദ്ധിക്കുകയും ചെയ്ത് ചിന്തിക്കുകയും ചെയ്ത് കൈ അടിച്ച് പാടിപ്പിച്ച് പറപ്പിച്ച് കളഞ്ഞായിരുന്നു. കല്ല് വന്ന് ബിംബത്തെ വീണു, കാറ്റതിനെ പറപ്പിച്ച് ധൂളിയാക്കി പറപ്പിച്ച് കളഞ്ഞു. അപ്പം മെസ്സേജ് ആരും കേൾക്കത്തുമില്ല, കൈയടിച്ചതിനെ പറപ്പിച്ച് കളയണം. അതിനുവേണ്ടിയാണോ കൈയടിക്കുന്നത്? ലിസൺ ദ വേർഡ് ആൻഡ് ചെക്ക് വിത്ത് ദ ബൈബിൾ വെദർ ഇറ്റ് ഇസ് ട്രൂ ഓർ നോട്ട്. ബറോവക്കര ബി എ ബെറിയൻസ്. ഞാനിപ്പോ ഈ സംസാരിച്ച എല്ലാം കൂടെ വിഴുങ്ങണ്ട. ചെക്ക്. നിങ്ങൾ എടുത്തോണ്ട് വാ, നിങ്ങൾ വാക്യം കൊണ്ടുവാ, നിങ്ങളുടെ സംശയം പറ, നമുക്ക് സംസാരിക്കാം. അല്ലാതെ
ദുരുപദേശം പ്രസംഗിക്കുന്നു. അന്ത്യകാലത്തെ കൾട്ട് എന്ന് പറഞ്ഞ് രക്ഷപ്പെടണ്ട. ഇതൊന്നും പറഞ്ഞ് രക്ഷപ്പെടണ്ട ചേട്ടായി. എന്നെ ദുരുപദേശം എന്ന് പറഞ്ഞ് ചേട്ടൻ രക്ഷപ്പെടണ്ട. ചേട്ടന് പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന വാക്യം തിരുവെഴുത്ത് വെച്ച് കൃത്യമായി ഞാൻ പറഞ്ഞേക്കുന്ന വാക്യത്തിലെ തെറ്റുണ്ടെന്ന് ബോധ്യപ്പെടുത്തുക. ഞാൻ തിരുത്താം. ഞാൻ നിങ്ങളെ ദുരുപദേശം ഒന്നും വിളിക്കാനൊന്നും വരത്തില്ല. ഐ വോണ്ട് ഡു ദാറ്റ്. ഞാൻ തിരുത്താം. ഞാൻ പരസ്യമായിട്ടൊന്ന് പറയാം, ഇന്ന പോലെ ഇന്ന വാക്യത്തിൽ എനിക്ക് തെറ്റുപറ്റി, ഇന്ന ദൈവദാസൻ എനിക്കത് തിരുത്തി തന്നു, ഞാൻ മാപ്പ് പറയുന്നു, ഞാൻ തിരുത്തും. പക്ഷെ കൃത്യമായിരിക്കണം. നിങ്ങളൊരു കാര്യം പറയുമ്പോൾ എനിക്ക് ചോദ്യങ്ങൾ കാണും. ഞാൻ ആ ചോദ്യത്തിന് മറുപടി ജെന്യൂൻ ആയിട്ട് ചോദിക്കും. മസ്റ്റ് ആൻസർ ഫ്രം ദ ബൈബിൾ. ഞാനത് കറക്റ്റ് ചെയ്യാം. എനിക്ക് പ്രശ്നമൊന്നുമില്ല. എൻ്റെ അഭിപ്രായം ഇരുമ്പോലൊക്കെ ഒന്നുമല്ല. എൻ്റെ അഭിപ്രായത്തിന് മാറ്റം വരാം. ഐ എം നോട്ട് ലോകത്തെ ഏറ്റവും വലിയ ഞാൻ സ്കോളറേ അല്ല, ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്. ഐ എം എ ബൈബിൾ സ്റ്റുഡൻറ്. ഞാൻ വചനം പഠിക്കുന്ന ആളാണ്. അപ്പൊ പഠിക്കുന്ന ആൾ പഠിക്കുമ്പോൾ കിട്ടുന്ന ചില കാര്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കുന്നേ ഉള്ളൂ. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് LKG പോകുന്ന കുഞ്ഞിനെ ABCD പറഞ്ഞു കൊടുക്കുന്നത് അത്രേ ഉള്ളൂ. 1ാം ക്ലാസ് കുഞ്ഞിലും പഠിക്കുന്നുണ്ട്, LKG-കാരനും പഠിക്കുന്നുണ്ട്. പക്ഷെ അതിനിടയ്ക്കുള്ള കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് അങ്ങോട്ട് പറയുന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ വലിയ ആകാശം മുട്ട് നിൽക്കുന്ന സ്കോളറൊന്നും അല്ല. അങ്ങനെ സ്കോളർ എനിക്ക് അങ്ങനെ കേൾക്കുന്ന ഇഷ്ടമല്ല. ഓക്കെ, ഞാൻ എൻ്റെ വാക്ക് നിർത്തും. അപ്പം കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്താണ് ബെറ്റർ റിസറക്ഷൻ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാനൊരു ജനറലായിട്ടൊരു വീഡിയോ ഇത് പറഞ്ഞതാണ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് ഞാൻ ഓരോ പോർഷനായിട്ട് ഷോർട്ടായിട്ട് മെസ്സേജ് നൽകാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ചിന്തിക്കേ, നമുക്ക് ശരീരം എഴുന്നേറ്റ് വരുമോ? അതാണോ ഉയർപ്പ്? എന്താ ഉയർപ്പ്? ഉയർപ്പ് എന്താന്ന് വരുന്നതിനും ആദ്യം നമുക്ക് മരണം പഠിക്കാം. ഗോഡ് ബ്ലെസ് യു ഓൾ. അടുത്ത വീഡിയോ കാണാം.